ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്, ഒരു ഡെയിലി വ്ളോഗ് ചാനൽ. ഞാനിപ്പോൾ ചെന്നൈയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ്. അവിടുത്തെ ഡെയിലി കുക്കിംഗ് വ്ളോഗ് നോക്കിയാലോ? റെയിനി വഗീസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡ് ഡേ ആയതുകൊണ്ട് രാവിലെ പതിയാണ് എണീറ്റത്. രാവിലെ തന്നെ ഞാൻ പുറത്ത് എണീറ്റ് പോയി നോക്കിയപ്പം ഇതായിരുന്നു പുറത്തത്തെ വ്യൂ. പിന്നെ ഇന്നലെ നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് പാത്രങ്ങളൊന്നും കഴുകിയില്ല. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ബൂരിയും തക്കാളിക്കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ കുഴച്ച് വെച്ചു. പിന്നെ തക്കാളിക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബൂരിക്കുള്ള മാവിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ട് ഉരുട്ടി മാറ്റി വെച്ചു. പിന്നെ തക്കാളി കറി ഉണ്ടാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് കടുവൊക്കെ താളിച്ച് സവാളയൊക്കെ വശങ്ങി വന്നിട്ട് പൊടികൾ ചേർത്തിട്ട് തക്കാളിയും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പോൾ ബൂരിക്കുള്ള മാവ് പരത്തി അത് സൈഡിൽ തന്നെ ഞാൻ ഉടനെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ചൂടായ എണ്ണയിലേക്ക് ബൂരി പരത്തിയതും ചേർത്ത് ബൂരി ചുട്ടെടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ചായയും ഉണ്ടാക്കി. അപ്പോൾ ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് ഇന്ന് കപ്പയും ബീഫ് കറിയുമാണ്. അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ട് വന്നിട്ട് അത് മൊത്തം കഴുകി വൃത്തിയാക്കിയെടുത്തു. അതോടൊപ്പം തന്നെ ഈ കപ്പയും കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകിയെടുത്ത് അടുപ്പത്ത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അപ്പം ഈ ബീഫിന് ആവശ്യമായിട്ടുള്ള സവാളയും ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബാക്കിയെല്ലാം കൊച്ചുള്ളിയാണ്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ചപ്പോഴേക്കും ഇവിടെ കപ്പ റെഡിയായി. അത് വടിച്ചു മാറ്റി വെച്ചു. അപ്പോൾ ബീഫ് കറിക്ക് ആവശ്യമുള്ള കുഞ്ഞുള്ളിയും സവാളയൊക്കെ ഇട്ട് അതൊക്കെ വശക്കി പൊടികളൊക്കെ ചേർത്ത് ഇഞ്ചി പൂണ്ട് പേസ്റ്റൊക്കെ ചേർത്തിട്ട് ഈ ബീഫ് ഇട്ട് കുക്കർ അടച്ചു വെച്ച് ഒരു 8 വിസിലാക്കി എടുത്തപ്പോഴേക്കും ബീഫ് സെറ്റായി. അപ്പോൾ ഉച്ചത്തേക്ക് ഉള്ള ബീഫും കപ്പയും റെഡിയായി. അതൊക്കെ സെർവ് ചെയ്തു. അപ്പോൾ ഈവനിങ് എന്ന ചായയോടൊപ്പം ചെറുപയറാണ്, അത് അവിച്ച് അതും റെഡിയാക്കി എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ എൻ്റെ വ്ളോഗ് കണ്ട എല്ലാവർക്കും താങ്ക്സ്. എൻ്റെ വ്ളോഗ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.